ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BA സബ്ജക്റ്റുകളുടെ കോംപ്ലിമെൻ്ററി പേപ്പറായ സോഷ്യോളജി ഓഫ് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. BA പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളുടെ കോംപ്ലിമെൻ്ററി പേപ്പറുകളിലൊന്നാണ് ഈ പേപ്പർ. നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ ഡിസ്കഷനാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത്. 4 മൊഡ്യൂളുകളും ഒന്നിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. 4 മൊഡ്യൂളുകളുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ലെക്ചർ നോട്ട് തയ്യാറാക്കി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെന്ന് ആദ്യമേ അറിയിക്കുന്നു. ഇതിൽ 4 മൊഡ്യൂളുകളാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂള് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഫാമിലി, രണ്ടാമത്തത് ഫാമിലി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, 3 ചേഞ്ചസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി, 4-മത്തത് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ. ഇതിൽ ആദ്യത്തെ മൊഡ്യൂളായ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഫാമിലി എന്നതിൽ ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഫാമിലി, അതിൽ ജോർജ് പീറ്റർ മർഡോക്ക്, ടാൽകോട്ട് പാർസൺ. മറ്റൊന്ന് ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി, അതിൽ 3 ആളുകളാണ് വരുന്നത്: എഡ്മണ്ട് ലീച്ച്, R.D. ലെയിൻ, ഡേവിഡ് കൂപ്പർ. മറ്റൊന്ന് മാക്സിയൻ പെർസ്പെക്റ്റീവ്, ഇത് കാൾ മാക്സും ഫ്രെഡറിക് ആംഗൽസും ഉൾപ്പെടെയുള്ള ഫിലോസഫേഴ്സ്. മറ്റൊന്ന് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ആദ്യമായിട്ട് പറയുമ്പം വരാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യമാണ് ഫാമിലി എന്താണെന്നുള്ളത്. ഫാമിലിയുടെ ഡെഫിനിഷൻ, ഇപ്പോൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 1-2 ഡെഫിനിഷൻ അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, ജെ റൂസോ, നിംകോഫ്, മാക്കൈവർ, സിഗ്മണ്ട് ഫ്രോയിഡ്, മൈക്കിൾ ഫോക്കോൾട്ട് തുടങ്ങിയ ഫിലോസഫേഴ്സൊക്കെ ഫാമിലിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ എഴുതിയാൽ നന്നായിരിക്കും. അതിൽ അരിസ്റ്റോട്ടിൽ പറയുന്ന ഫാമിലി ഈസ് എ നാച്ചുറൽ അസോസിയേഷൻ ഏർലിയർ ദാൻ സ്റ്റേറ്റ്. രാഷ്ട്രമെന്ന സങ്കല്പത്തിന് മുമ്പേ രൂപപ്പെട്ട പ്രകൃതിയാലുള്ള ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്ന രീതിയിൽ. പിന്നെ വ്യത്യസ്തമായ നിർവചനങ്ങളുണ്ട്. അതിലേതെങ്കിലും 1-2 ഡെഫിനിഷൻസ് എഴുതിയാൽ നന്ന്. പിന്നെ ഫാമിലീസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഫാമിലി ഉണ്ടായിട്ടുള്ളത്. ആ കാര്യങ്ങൾ സൂചിപ്പിക്കുക. മറ്റൊരു ഭാഗം വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി എന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ചോദ്യത്തിന് സാധ്യതയുള്ള, ഒരു പാരഗ്രാഫ് ചോദ്യത്തിന് സാധ്യതയുള്ളതാണ്. യൂണിവേഴ്സാലിറ്റി, ഇമോഷണൽ ബേസിസ്, ലിമിറ്റഡ് സൈസ്, ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ, കോമൺ റെസിഡൻസ്, സോഷ്യൽ റെഗുലേഷൻ, അങ്ങനെ തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന രീതിയിലും പ്രൈമറി, സെക്കൻഡറി എന്ന രീതിയിലും പറയാറുണ്ട്. ഈ പറയുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. അന്നേരം ഒരു പാരഗ്രാഫിന് സാധ്യതയുള്ളൊരു ഭാഗം ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്കാണ്, ഒരു എസ്സേക്ക് സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് കുടുംബത്തെ ഒരു പ്രാപഞ്ചികമായ സ്ഥാപനമായിട്ട് കണക്കാക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. കുടുംബം എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ എഴുതുക, ന്യൂക്ലിയർ ജോയിൻ്റ് എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ ഫോംസ് എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ജോർജ് പീറ്റർ മർഡോക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം 4 ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നു: സോഷ്യലൈസേഷൻ, എക്കണോമിക് ഫങ്ഷൻ, സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ, റീപ്രൊഡക്ഷൻ. ഇതാണ് പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. അത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. പിന്നെ റീസൺസ്, അതായത് ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കരുതാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് റീസൺസ് ഫോർ ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ ബയോളജിക്കൽ ബേസിസ്, ഇമോഷണൽ സോഷ്യൽ നീഡ്സ്, സോഷ്യലൈസേഷൻ, എക്കണോമിക് പ്രാക്ടിക്കൽ സപ്പോർട്ട്, തുടങ്ങിയ കാരണങ്ങളാണ് ഇതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത്. അത്രയാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് ടോപ്പിക്കിൽ ഒരു ഫാമിലി എന്താണെന്നുള്ള ചോദ്യം, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദ്യം, മറ്റൊന്ന് ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരു എസ്സേക്ക് വരെ സാധ്യതയുള്ളതാണ്. മറ്റൊരു തിയററ്റിക്കൽ ബേസിലേക്ക് പോവുകയാണ്, ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഫാമിലി. അതിൽ 2 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്: ജോർജ് പീറ്റർ മർഡോക്കും ടാൽകോട്ട് പാർസണും. 2 അമേരിക്കൻ ഫിലോസഫേഴ്സാണ്. അന്നേരം ആദ്യം എന്തെഴുതണം? ചിലപ്പം 2 പേരെ ഒന്നിച്ച് ചോദിക്കാം, ചിലപ്പം സെപ്പറേറ്റ് ആയിട്ട് പീറ്റർ മർഡോക്കിൻ്റെ മാത്രം ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവും ചോദിക്കാം. അന്നേരം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ ഫാമിലി എന്ന് പറയുക, അതിൻ്റെ മേജർ ഫങ്ഷൻസ്, റീപ്രൊഡക്ഷൻ, സോഷ്യലൈസേഷൻ, പ്രൊട്ടക്ഷൻ, ഇമോഷണൽ സപ്പോർട്ട് എന്ന് തുടങ്ങിയ ഫീച്ചേഴ്സ് പറയുക. പിന്നെ ജോർജ് പീറ്റർ മർഡോക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റാണ്. അദ്ദേഹം എത്നോളജിക്കൽ സ്റ്റഡിക്കാണ് ഫോക്കസ് ചെയ്തത്. ഫാമിലി, കിൻഷിപ്പ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ഓഫ് വേൾഡ് കൾച്ചേഴ്സ്,
ദ വേൾഡ് എത്നോഗ്രാഫിക് സാമ്പിൾസ് തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. 250ഓളം വ്യത്യസ്ത സമൂഹങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ന്യൂക്ലിയർ ഫാമിലിയെ ഒരു യൂണിവേഴ്സൽ ഫാമിലി സ്ട്രക്ചറായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 4 ഫങ്ഷൻസ് ഉണ്ട്. സാറ്റിസ്ഫിക്കേഷൻ ഓഫ് സെക്സ് നീഡ്സ്, ബയോളജിക്കൽ ഫങ്ഷൻ, റീപ്രൊഡക്ഷൻ, സോഷ്യലൈസേഷൻ, ഇമോഷണൽ നീഡ്സ്. അതിന് ചില ക്രിറ്റിസിസംസും പറയാറുണ്ട്. ഫെമിനിസ്റ്റ് സോഷ്യോളജിസ്റ്റുകളൊക്കെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഫിലോസഫർ ഫങ്ഷണലിസ്റ്റ് തന്നെ വരുന്നത് ടാൽകോട്ട് പാർസൺ ആണ്. അമേരിക്കൻ ഫിലോസഫറാണ്, എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠന കാലഘട്ടം. അവിടെ തന്നെ അധ്യാപകനായിട്ട് 1927 മുതൽ 73 വരെയുള്ള കാലഘട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. 1930 സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാവുന്നു. സോഷ്യൽ ആക്ഷൻ തിയറിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കും അങ്ങനെ തന്നെയാണ്. ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ, ദ സോഷ്യൽ സിസ്റ്റം തുടങ്ങിയ ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലിയാണ് ഒരു യൂണിവേഴ്സൽ ഫാമിലി ഫോം എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് പറയുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ, പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ, സോഷ്യൽ ഇൻ്റഗ്രേഷൻ, പാറ്റേൺ മെയിൻ്റനൻസ് തുടങ്ങിയ ഫങ്ഷൻസും ഫാമിലിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്രയാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വരുന്നത്. 2 ആളുകളാണ്, മർഡോക്ക്, പാർസൺ. അവരെ കാഴ്ചപ്പാടുകൾ ഒന്ന് എലാബറേറ്റ് ചെയ്തുകൊണ്ട് എഴുതുക. ചിലപ്പം ഒന്നിച്ച് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എസ്സേക്ക് ചോദിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് പാരഗ്രാഫിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പോസിറ്റീവ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്നുള്ള രീതിയിലും ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ഫങ്ഷൻസ് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ, പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ, സെക്യൂരിറ്റി, മോണോഗാമസ് റിലേഷൻഷിപ്പ് തുടങ്ങിയവയാണ് പോസിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തിയററ്റിക്കൽ അപ്രോച്ചാണ് ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി അത് ഒരു 3 ആളുകളാണ് പറഞ്ഞത്. എഡ്മണ്ട് ലീച്ച്, R.D. ലെയിങ്, ഡേവിഡ് കൂപ്പർ. ബ്രിട്ടീഷ് ഫിലോസഫറായിട്ടുള്ള ലീച്ച്, മറ്റൊരു ബ്രിട്ടീഷ് ഫിലോസഫർ തന്നെയാണ് R.D. ലെയിങ്. ഡേവിഡ് കൂപ്പർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ ഫിലോസഫറാണ്. ഇവരാണ് പറയുന്നത്, ഇവർ ലിമിറ്റേഷൻസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ വ്യൂസ് അവതരിപ്പിച്ചിട്ടുള്ളത്. എഡ്മണ്ട് ലീച്ചിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ ഒന്ന് റീതിങ്കിങ് ആന്ത്രോപോളജി, എ റൺ അവേ വേൾഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റാണ് എഡ്മണ്ട് ലീച്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ലെക്ചർ നോട്ട് എന്നുള്ള രീതിയിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റൂ. കാരണം ഒരു ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ അനാലിസിസ് അല്ല നടക്കുന്നത്. ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട കീ പോയിൻറ്റുകൾ മാത്രമാണ് പറയുന്നത്. അത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ടൊരു 50% മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നത്, ലീച്ച് പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് പറയുന്നു. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞ ഒരു റീസെൻറ്റ് കൺസെപ്റ്റാണ്. ഒരു പുതുതായി രൂപപ്പെട്ട ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം അർബനൈസേഷനൊക്കെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു സിസ്റ്റമാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ലീച്ച് അവതരിപ്പിച്ചത്. R.D. ലെയിങ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് സൈക്കാട്രിസ്റ്റാണ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ കുറിച്ച്, ചോയ്സിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ദ ഡിവൈഡഡ് സെൽഫ്, മറ്റൊന്ന് സെൽഫ് ആൻഡ് അതേഴ്സ്. നിരവധി ബുക്കുകളുണ്ട്. പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ് പറഞ്ഞത്. അദ്ദേഹം ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ചും ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനെ കുറിച്ചും സൈക്കോളജിക്കൽ ഡിസീസിനെ കുറിച്ച്, സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ, ഇമോഷണൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഒരു സൈക്കാട്രിക് ലെവലിൽ ഫാമിലി റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്ത ഫിലോസഫറാണ് R.D. ലെയിങ് എന്ന് പറയുന്നത്. അതിനും ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. മറ്റൊരു 3ാമത്തെ ക്രിട്ടിക്കൽ തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേവിഡ് കൂപ്പറാണ്. സൗത്ത് ആഫ്രിക്കൻ സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ സൈക്കാട്രി ആൻഡ് ആൻറ്റി സൈക്കാട്രി എന്ന് പറഞ്ഞൊരു ബുക്ക്, ദ ഡെത്ത് ഓഫ് ദ ഫാമിലി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇമോഷണൽ സ്ട്രെസ്സിനെ കുറിച്ചും ആലിനേഷനെ കുറിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണൽ ലിവിങ്ങിനെ കുറിച്ച്, കുടുംബത്തിലെ ഫ്രീഡം, ഇമോഷണൽ അതോറിറ്റി തുടങ്ങിയ ഘടകങ്ങളെക്കുറിച്ചും ഡേവിഡ് കൂപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരിക്കൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 3 ആളുകളാണുള്ളത്, എഡ്മണ്ട് ലീച്ച്, R.D. ലെയിങ്, ഡേവിഡ് കൂപ്പർ. 3 ആളുകളും ക്രിട്ടിക്കൽ തിയറിസ്റ്റാണ്. ഇത് ഏതെങ്കിലും ഒന്ന് പാരഗ്രാഫിന് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അന്നേരം ഒന്ന് ലെക്ചർ നോട്ട് വെച്ചുകൊണ്ട് ഒന്ന് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ, ഫാമിലി എന്താണെന്നുള്ള ഒരു ഇൻട്രഡക്ഷനൊക്കെ എഴുതിക്കൊണ്ട് എഴുതുക. മറ്റൊരു ഭാഗം മാക്സിയൻ പേഴ്സ്പെക്റ്റീവാണ്. മാക്സിയൻ പേഴ്സ്പെക്റ്റീവിൽ വരുന്ന 2 ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്.
ഇവരെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സുലാമത്ത് ഫയർസ്റ്റോൺ എന്ന് പറഞ്ഞ ഫിലോസഫറും കൂടെ മാക്സിയൻ ഫിലോസഫിയിൽ മാക്സിയൻ പേഴ്സ്പെക്റ്റീവിൽ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ കുടുംബത്തിലെ തൊഴിലിനെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിട്ടിക്കൽ വ്യൂ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റീപ്രൊഡക്ഷനെ കുറിച്ച്, ക്യാപിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിനെ കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു മേഖലയാണ് മാക്സിയൻ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പാട്രിയാർക്കൽ ഒപ്രഷനെ കുറിച്ച് ഒക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. പിന്നെ കാൾ മാർക്സ് ആണ് ഒന്നാമത്തെ ഫിലോസഫറായിട്ട് വരുന്നത്. അദ്ദേഹം 1818 ജനിച്ച് 1883 മരിച്ചിട്ടുള്ള ജർമ്മൻ ഫിലോസഫറാണ്. നമുക്കറിയുന്ന ഒരു ഫിലോസഫർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ജർമ്മൻ ഐഡിയോളജി തുടങ്ങിയ ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം കുടുംബത്തെക്കുറിച്ച്, ഒരു ബൂർഷ്വാസി ഫാമിലിയെക്കുറിച്ച്, പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമണിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ഫിലോസഫർ എന്ന് പറയുന്നത് ഫ്രെഡറിക് എംഗൽസ് ആണ്. ജർമ്മൻ ഹിസ്റ്റോറിയൻ ആണ് ഫ്രെഡറിക് എംഗൽസ് എന്ന് പറയുന്നത്. മാർക്സുമായിട്ട് ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ എഴുതിയ ഒരു ഫിലോസഫർ കൂടിയാണ്. 1848 ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ കാൾ മാർക്സുമായിട്ട് ചേർന്നിട്ട് ഫ്രെഡറിക് എംഗൽസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഗ്രന്ഥങ്ങളുമുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ദ പെസൻറ്റ് വാർ ഇൻ ജർമ്മനി, ഡയലറ്റിക്സ് ഓഫ് നാച്ചർ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഒറിജിൻ ഓഫ് ഫാമിലിയെക്കുറിച്ച്, പാട്രിയാർക്കിയെക്കുറിച്ച്, വുമൺസ് സബോർഡിനേഷനെക്കുറിച്ച്, പ്രോലിറ്റേറിയൻ ഫാമിലി സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നേരം ഒരിക്കൽ കൂടെ പറയുന്നു, മാക്സിയൻ ഫിലോസഫിയിൽ, മാക്സിയൻ പേഴ്സ്പെക്റ്റീവിൽ രണ്ടാളുകളാണുള്ളത്, കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്. നിരവധി ചിന്തകന്മാരുണ്ട്, നമുക്ക് പറയാനുള്ള രണ്ടാളുകളാണുള്ളത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ഫിലോസഫിയാണ്. ന്യൂക്ലിയർ ഫാമിലിയെക്കുറിച്ച്, സ്ത്രീകളുടെ പദവിയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് വളരെ ശ്രദ്ധിക്കുക. ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മറ്റൊന്ന് ക്രിട്ടിക്കലാണ്. അതിൽ 3 ആളുകളുണ്ട്, ഏതെങ്കിലും ഒന്ന് പാരഗ്രാഫിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു എസ്സേക്ക് വളരെ സാധ്യതയുള്ളൊരു ഭാഗമാണ്. കുറേ വർഷങ്ങളായിട്ട് പല ചോദ്യപേപ്പറുകളിലും കണ്ടിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. പിന്നെ ഫാമിലി എന്താണെന്ന് ചെറിയ മാർക്കിന് എന്തായാലും ചോദിക്കാം. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫാമിലി ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി എന്നുള്ള രീതിയിലും ഒരു പാരഗ്രാഫ് ചോദ്യത്തിന് സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഭാഗങ്ങൾ. രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് ഫാമിലി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ടോപ്പിക്കാണ്. ഇതൊരു ചെറിയ മൊഡ്യൂളാണ്. അതിൽ പ്രധാനമായിട്ടും ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി, മറ്റൊന്ന് സ്റ്റേജസ് ഓഫ് ഫാമിലി ലൈഫ്, രണ്ടാളുകൾ മൈക്കിൾ യങ്, പീറ്റർ വിൽമോട്ട്. മറ്റൊരു ഭാഗം ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞ ഫങ്ഷണലിസ്റ്റുള്ള ടാർക്കോട്ട് പാർസാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ് ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി. ആശങ്കപ്പെടാനൊന്നുമില്ല, നമ്മളെ ന്യൂക്ലിയർ ഫാമിലി എന്താണെന്നുള്ള രൂപത്തിൽ വിശദീകരിച്ചാൽ മതി. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സിസ്റ്റമാണ്, ഐസൊലേറ്റഡ് ആണ്, സെൽഫ് കണ്ടെയ്ൻഡ് ആണ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ, ഇമോഷണൽ സപ്പോർട്ട്, എക്കണോമിക് കോപ്പറേഷൻ തുടങ്ങിയ ഫങ്ഷൻസും ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലിക്കായിട്ടുണ്ട്. ഒരു പാരഗ്രാഫിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ആദ്യം എന്താ ഫാമിലി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഫാമിലീസ് എന്ന് പറയുന്ന വാക്ക് അത് എങ്ങനെ രൂപപ്പെട്ടു, എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ എന്നൊക്കെ പറയുക. അതിനുശേഷം പാർസൺ എന്താണെന്ന് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ഫിലോസഫറാണെന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രപരമായ കടന്നുവരവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് എഴുതുക. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിന് സാധ്യതയുള്ളൊരു ഭാഗമാണ് സ്റ്റേജസ് ഓഫ് ഫാമിലി ലൈഫ്. അത് അവതരിപ്പിച്ചിട്ടുള്ള മൈക്കിൾ യങ് ആൻഡ് പീറ്റർ വിൽമോട്ട്, ബ്രിട്ടീഷ് ഫിലോസഫേഴ്സാണ്. അവരുടെ ഫാമിലി ആൻഡ് കിൻഷിപ്പ് ഇൻ ഈസ്റ്റ് ലണ്ടൻ എന്ന് പറയുന്ന 1957 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ 7 സ്റ്റേജസ് ഓഫ് ഫാമിലി ലൈഫാണ് ഡിസ്കസ് ചെയ്യുന്നത്. 7 ഘട്ടങ്ങളാണ് കുടുംബ ജീവിതത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കോർട്ട്ഷിപ്പ്, മാരേജ് എന്ന രീതിയിൽ. 2 പാരൻറ്റ്ഹുഡ്. 3 എക്സ്പാൻഷൻ ഓഫ് ഫാമിലി. 3 ടോഡ്ലർഹുഡ്, അതായത് ചിൽഡ്രൻ ഏജ് 1 to 3 വരുന്ന ടോഡ്ലർഹുഡ് എന്ന് പറയുന്നത്. 5ാമത് സ്കൂൾ ഏജ്. 6 അഡോളസൻസ്. 7 ലോഞ്ചിങ് സ്റ്റേജ്, അതായത് നെക്സ്റ്റ് ജനറേഷൻ സ്റ്റേജിനെയാണെന്ന് പറയുക, ലോഞ്ചിങ് സ്റ്റേജ് എന്ന് പറയുക. ഇത്രയാണ് 7 സ്റ്റേജസ് പറയുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ചെറിയ മാർക്കിന് സാധ്യതയുള്ളൊരു ഭാഗമുണ്ട്.
പിന്നെ ഇവർ അവതരിപ്പിച്ച സിമ്മട്രിക്കൽ ഫാമിലി എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് സിമ്മട്രിക്കൽ ഫാമിലി. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, മ്യൂച്വൽ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, ഇമോഷണൽ സപ്പോർട്ട്, അഡാപ്റ്റബിലിറ്റി തുടങ്ങിയ ഫീച്ചേഴ്സാണ് സിമ്മട്രിക്കൽ ഫാമിലിക്കുള്ളത്. ഇവരവതരിപ്പിച്ച മൈക്കിൾ യങ്ങും പീറ്റർ വിൽമൂട്ടും അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് സിമ്മട്രിക്കൽ ഫാമിലി എന്ന് പറയുന്നത്. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. പിന്നെ ഈ സ്റ്റേജസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് വേറെ രീതിയിലും ജനറൽ ആയിട്ടുള്ള ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പ്രീ ഇൻഡസ്ട്രിയൽ ഫാമിലി, ഏർലി ഇൻഡസ്ട്രിയൽ ഫാമിലി, സിമ്മട്രിക്കൽ ഫാമിലി, നാലാമതായിട്ട് ഫാമിലി. ഇങ്ങനെ രീതിയിലും സ്റ്റേജസ് ഓഫ് ഫാമിലിയെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്തായാലും ഒരു പാരഗ്രാഫിനോ അല്ലെങ്കിൽ എസ്സേക്കോ സാധ്യതയുള്ളൊരു ഭാഗമാണ്. സിമ്മട്രിക്കൽ ഫാമിലി വളരെയേറെ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ്. അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫങ്ഷൻസ്, അതായത് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ടാൽക്കോട്ട് പാർസൺ, ഡെന്നീസ്, അതായത് യങ് ആൻഡ് വിൽമൂട്ട്, അങ്ങനെ നിരവധി ചിന്തകന്മാരൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, അഡീഷണൽ ഫങ്ഷൻ എന്ന രീതിയിൽ പറയാറുണ്ട്. പ്രൈമറി ആയിട്ട് വരുന്ന സോഷ്യലൈസേഷൻ, ഇമോഷണൽ സപ്പോർട്ട്, റീപ്രൊഡക്ഷൻ. സെക്കൻഡറി ആയിട്ട് എക്കണോമിക് കോഓപ്പറേഷൻ, പ്രൊട്ടക്ഷൻ. മൂന്നാമതായിട്ട് വരുന്ന സ്റ്റാറ്റസ് അസൈൻമെൻറ്റ്. അഡീഷണൽ ഫങ്ഷൻസ് വരുന്ന സോഷ്യൽ ഇൻറ്റഗ്രേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഈ 3 ഘട്ടങ്ങളായിട്ട് പ്രൈമറി, സെക്കൻഡറി, അഡീഷണൽ എന്ന രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ട് വരുന്നത്. ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്തായാലും വരും. അതേപോലെ തന്നെ സിമ്മട്രിക്കൽ ഫാമിലി വളരെയേറെ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. പിന്നെ ജനറലായിട്ട് ചിലപ്പോൾ ഒരു എസ്സേ വരികയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന രീതി. അത് ജനറലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു ഭാഗമാണ്. സോഷ്യോളജി നിങ്ങൾക്കറിയാലോ, ഒരു സബ്ജക്റ്റ് ഒരു പൊതുവായ ജനറൽ സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റണം. ഒരു പൊതുവായ ഇന്നത്തെ സമകാലീന സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ച് എഴുതേണ്ട ഒരു ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഭാഗമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ചെറിയൊരു മൊഡ്യൂളാണിത്. വളരെയേറെ മാർക്കിന് സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ്. ഈ പേപ്പറിലെ 3ാമത്തെ മൊഡ്യൂളാണ് ചേഞ്ചസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കുറേയേറെ ചെറിയ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ്. ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണുള്ളത്. അതിൽ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ഓഫ് ഫാമിലി. മറ്റൊന്ന് എമർജിങ് ട്രെൻഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഇതൊരു എസ്സേക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ്. മറ്റൊന്ന് മാരിറ്റൽ ബ്രേക്ക് ഡൗൺ, ഫ്യൂച്ചർ ഓഫ് ഫാമിലി, റീസെൻറ്റ് ലെജിസ്ലേഷൻസ്. ഇത്രയാണ് ഈ 3rd മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ഓഫ് ഫാമിലി എന്ന് പറയുന്നതാണ്. അതായത് കുടുംബത്തിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് ഫാമിലി ലൈഫ് തന്നെയാണ് ഇതിൽ പറയുന്നത്. അതിൽ സിംഗിൾ അഡൽട്ട്, ന്യൂലി മാരീഡ് കപ്പിൾസ്, ഫാമിലീസ് വിത്ത് യങ് ചിൽഡ്രൻ, ഫാമിലീസ് വിത്ത് അഡോളസൻസ്, ലോഞ്ചിങ് ചിൽഡ്രൻ, എംപ്റ്റി നെസ്റ്റ്, ഏജിങ് ഫാമിലി. ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് ഫാമിലി. അതായത് ഒരു ജീവിതചക്രമാണ് പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ ജീവിതചക്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി സിംഗിൾ അഡൽട്ടായി അവസാനത്തെ ഒരു ഘട്ടം ഏജിങ് ഫാമിലി ആയിട്ട് ഓൾഡ് ഏജിലേക്ക് മാറുന്ന ഒരു ഘട്ടം വരെയുള്ള കുടുംബത്തിൻ്റെ ജീവിതചക്രമാണ് വിശദീകരിക്കുന്നത്. അതിൽ വേറെ രീതിയിലും പറയാറുണ്ട്. സ്റ്റേജസിലെ ലൈഫ് സൈക്കിളിന് ഫോർമേഷൻ, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, റീഓർഗനൈസേഷൻ, അതേപോലെ തന്നെ ഡിസൊല്യൂഷൻ, ഈ രീതിയിലേക്കും പറയാറുണ്ട്. ലൈഫ് സൈക്കിൾ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എസ്സേക്കോ പാരഗ്രാഫിനോ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചിലപ്പം എംപ്റ്റി നെസ്റ്റൊക്കെ ചെറിയ മാർക്കിനും ചോദിക്കാം. മറ്റൊരു ടോപ്പിക്കാണ് അടുത്തത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം, എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. അതായത് ഇന്നത്തെ കുടുംബഘടനയിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ പ്രവണതകളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയുന്ന ആ വാക്ക് കിട്ടിയാൽ തന്നെ എഴുതാൻ പറ്റുന്നൊരു ഭാഗമാണ്. ഒന്ന് സിംഗിൾ പാരൻറ്റ് ഫാമിലി, 2 ലിവിങ് ടുഗദർ, 3 ഡുവൽ കരിയർ ഫാമിലി, 4 റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫാമിലി, 5 റിമൈനിങ് സിംഗിൾ. ഈ 5 എണ്ണം ആണ് വരുന്നത്. ഇത് 5ഉം കൂടെ എസ്സേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇതിലേതെങ്കിലുമൊക്കെ ചെറിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് പാരഗ്രാഫായിട്ട്. അന്നേരം എന്താ ഫാമിലി എന്നും അതിലെ മാറ്റത്തിൻ്റെ ഘട്ടത്തെക്കുറിച്ച്, പുതിയ പ്രവണതകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സിംഗിൾ പാരൻറ്റ് ഫാമിലിയാണ്. അതായത് ഫാമിലി ഹെഡഡ് ബൈ 1 പാരൻറ്റ്. ഒരു രക്ഷിതാവ് മാത്രമുള്ള കുടുംബത്തിനെയാണ് എന്ത് പറയുക, സിംഗിൾ പാരൻറ്റ് ഫാമിലി. ആ വാക്ക് തന്നെ ഉണ്ട്. ചിലപ്പം ഡിവോഴ്സ് കൊണ്ട്, അതേപോലെ തന്നെ ഡെത്ത് കൊണ്ട്, പിന്നെ
വിവാഹം കഴിക്കാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഒക്കെ ഒറ്റ രക്ഷിതാവായി മാറിയിട്ടുള്ള കുടുംബത്തിനാണ് സിംഗിൾ പാരൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവും, സോഷ്യൽ സപ്പോർട്ടിൻ്റെ റിഡക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സോഷ്യൽ സപ്പോർട്ട്, ഇമോഷണൽ ചാലഞ്ചസ്, പാരൻറ്റിങ് ചാലഞ്ചസ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റൊന്ന് ചാലഞ്ചസ് ഉണ്ട്. ചിലപ്പം അങ്ങനെ ആയിരിക്കും ചോദിക്കുക, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഓഫ് സിംഗിൾ പാരൻറ്റ് ഫാമിലി. ചാലഞ്ചസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇഷ്യൂസ്, ഇമോഷണൽ ഐസൊലേഷൻ, പാരൻറ്റിങ് അലോൺ, ബാലൻസിങ് വർക്ക് ആൻഡ് ഫാമിലി ലൈഫ്, സോഷ്യൽ സിഗ്മ. ഇതിൽ ചിലപ്പം ഫീച്ചേഴ്സ് ചോദിക്കുക, ചിലപ്പം ചാലഞ്ചസ് ചോദിക്കുക, അതിൻ്റെ ഒരു വെല്ലുവിളികൾ. അഡ്വാൻറ്റേജസും ഉണ്ട്. അത് ഓട്ടോണമി ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ഒരു പ്രവണത, ഓട്ടോണമി ഉണ്ടാവും, കാരണം ഒരു രക്ഷിതാവ് മാത്രമാണുള്ളത്. മറ്റൊന്ന് ക്ലോസ് പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, ഫ്ലെക്സിബിലിറ്റി, പേഴ്സണൽ ഗ്രോത്ത്, ഫാമിലി ഡൈനാമിക്സ് തുടങ്ങിയ അഡ്വാൻറ്റേജസും ഈ പറയുന്ന സിംഗിൾ പാരൻറ്റ് ഫാമിലിക്കുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ് ചോദിക്കുക, ചിലപ്പം ചാലഞ്ചസ് ചോദിക്കുക, ചിലപ്പം ഫീച്ചേഴ്സ് ചോദിക്കുക. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചിലപ്പം 3 മാർക്കിനോ അല്ലെങ്കിൽ ചെറിയ മാർക്കിനുള്ളതിൽ ഒരു സിംഗിൾ പാരൻറ്റ് ഫാമിലി എന്താണെന്ന് ചോദിക്കാം ഷോർട്ട് ആൻസറായിട്ട്. രണ്ടാമത്തെ എമർജിങ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദറാണ്. ലിവിങ് ടുഗദർ നമുക്കറിയാമല്ലോ. അതിൽ ലിവിങ് ടുഗദറിന് മറ്റൊരു വാക്ക് കൂടി പറയാറുണ്ട്, കോ ഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക, കോ ഹാബിറ്റേഷൻ. അൺമാരീഡ് പാർട്ട്നേഴ്സ് ഷെയറിങ് സെയിം ഹൗസ് ഹോൾഡ്, ഒരേ വീട്ടിൽ വിവാഹിതരല്ലാതെ താമസിക്കുന്ന പങ്കാളികൾ താമസിക്കുന്നതിനാണ് എന്ത് പറയുക, ലിവിങ് ടുഗദർ. നമുക്കറിയുന്ന ഒരു ഫീച്ചറാണിത്. അതിൽ ഫീച്ചേഴ്സ് റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പായിരിക്കും, ഷെയർഡ് ലിവിങ് സ്പേസ്, ഇൻറ്റിമസി, ഇമോഷണൽ ബോണ്ട്, ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോന്നും എന്താ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ജനറലായിട്ട് അറിയാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു. പിന്നെ റീസൺസ് ഉണ്ട്, ഫിനാൻഷ്യൽ റീസൺ, ഇമോഷണൽ സപ്പോർട്ട്, കൺവീനിയൻസ്, പേഴ്സണൽ ഫ്രീഡം, അത്തരം ലീഗൽ കോംപ്ലക്സിറ്റീസ് അവോയ്ഡ് ചെയ്യുക തുടങ്ങിയ റീസൺ കാരണവും ലിവിങ് ടുഗദറിലേക്ക് വരാം. പിന്നെ ചാലഞ്ചസ് ഉണ്ട്, ലാക്ക് ഓഫ് ലീഗൽ പ്രൊട്ടക്ഷൻ, അൺക്ലിയർഡ് റെസ്പോൺസിബിലിറ്റി, ലാക്ക് ഓഫ് ഫോർമൽ കമ്മിറ്റ്മെൻറ്റ്, കോൺഫ്ലിക്റ്റ് തുടങ്ങിയ ചാലഞ്ചസും ലിവിങ് ടുഗദറിനായിട്ടുണ്ട്. ഇത്രയാണ് ലിവിങ് ടുഗദറിനെ കുറിച്ച് പറയാറുള്ളത്. കോ ഹാബിറ്റേഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ വാക്കും പഠിച്ചു വെക്കും. മൂന്നാമത് വരുന്നത് ഡുവൽ കരിയർ ഫാമിലിയാണ്. ഡുവൽ കരിയർ ഫാമിലി എന്ന് പറയുന്നത് കുടുംബത്തിലെ 2 പങ്കാളികളും 2 ആളുകളും തൊഴിലെടുക്കുന്നതിനാണ് എന്ത് പറയുക, തൊഴിൽ മേഖലയിൽ എൻഗേജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡുവൽ കരിയർ ഫാമിലി എന്ന് പറയുന്നത്. അതിന് ഫീച്ചേഴ്സ്, ചാലഞ്ചസ്, ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 2 ആൾക്കും വരുമാനം ഉണ്ടായിരിക്കും, ഡുവൽ എക്കണോമിക് ഹൗസ് ഹോൾഡ് ആയിരിക്കും, എംപ്ലോയിഡ് ഫുൾ ടൈം, ഷെയർഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ നെറ്റ്വർക്ക്സ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട്. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, പൊട്ടൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, വർക്ക് ലൈഫ് ബാലൻസ് ഇഷ്യൂസ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ചാലഞ്ചസ്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ഇംപ്രൂവ്ഡ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ ഫീച്ചേഴ്സും ഉണ്ട്. അത് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നു. അന്നേരം ഡുവൽ കരിയർ ഫാമിലി ചിലപ്പം ചോദിക്കാം. അന്നേരം അതിൻ്റെ ഫീച്ചേഴ്സും ചാലഞ്ചസും അഡ്വാൻറ്റേജസും ഒക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫാമിലി എന്നാണ് പറയുക. അടുത്ത ഒരു ട്രെൻഡാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫാമിലി, അല്ലെങ്കിൽ ബ്ലെൻഡഡ് ഫാമിലി എന്ന രീതിയിൽ പറയാറുണ്ട്. അതായത് മുമ്പ് വിവാഹം കഴിച്ച് ദമ്പതികൾ വേർപിരിഞ്ഞതിന് ശേഷം മറ്റു വിവാഹം കഴിക്കുന്നതിനാണ് പറയുക ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുക, സ്റ്റെപ്പ് ഫാമിലി എന്നൊക്കെ രീതിയിലും പറയാറുണ്ട്. അത് ഈ പറയുന്ന പങ്കാളികൾ 2 പേരും എന്ത് ചെയ്യുമായിരിക്കും, മുമ്പ് വിവാഹം കഴിച്ചവരോ ഡിവോഴ്സ് ആയവരോ സെപ്പറേറ്റ് ആയവരോ ആളുകളായിരിക്കും. അതിൽ ഫീച്ചേഴ്സ് സ്റ്റെപ്പ് പാരൻറ്റ്, ഹാഫ് സിബ്ലിങ്സ്, കോംപ്ലക്സ് ഫാമിലി, കോൺഫ്ലിക്റ്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട്. ചാലഞ്ചസ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്റ്റെപ്പ് പാരൻസ്, ഫിനാൻഷ്യൽ സ്ട്രെസ് തുടങ്ങിയ ചാലഞ്ചസ് ഉണ്ട്. ബെനിഫിറ്റ്സും ഉണ്ട്, ഇമോഷണൽ ഇൻക്രീസിങ് സപ്പോർട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ, അതിൽ ടൈപ്സ് പറയാറുണ്ട്. ചിലപ്പം സിമ്പിൾ ബ്ലെൻഡഡ്, അതായത് ഒരു പങ്കാളിയിൽ മാത്രം കുട്ടികൾ ഉണ്ടാവുക, അവർക്ക് മുൻ വിവാഹത്തിൽ കുട്ടികളുള്ളതിനാണ് എന്ത് പറയുക, സിമ്പിൾ ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുക. കോംപ്ലക്സ് എന്ന് പറയുന്നത് 2 പങ്കാളികൾക്കും മുൻപത്തെ വിവാഹത്തിൽ കുട്ടികളുള്ളത്. പിന്നെ സ്റ്റെപ്പ് ഫാമിലി എന്ന് പറയുന്നതും സിമ്പിൾ ബ്ലെൻഡഡ് ഫാമിലി എന്ന രീതിയിൽ തന്നെയാണ് പറയാറുള്ളത്. മറ്റൊന്ന് റിമൈനിങ് സിംഗിൾ എന്ന് പറയുന്ന അവസാനത്തെ ഒരു ട്രെൻഡാണ്, എമർജിങ് ട്രെൻഡ്. റിമൈനിങ് സിംഗിൾ, അൺമാരീഡ് സ്റ്റാറ്റസിനാണ് എന്ത് പറയുക, വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിനാണ് എന്ത് പറയുക,
റിമൈനിങ് സിംഗിൾ എന്ന് പറയുന്നത്. അതിന് ഫീച്ചേഴ്സ് ഉണ്ട്, ചാലഞ്ചസ്, ബെനിഫിറ്റ്സ് ഒക്കെ പറയാറുണ്ട്. ഇൻഡിപെൻഡൻസ്, പേഴ്സണൽ ഗ്രോത്ത്, സോഷ്യൽ പ്രഷർ, ഐസൊലേഷൻ തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഇതെന്തായാലും ഒരു പാരഗ്രാഫിനോ ചെറിയ മാർക്കിനോ ഏറെ സാധ്യതയുള്ളൊരു ഭാഗമാണ് എമേർജിങ് ട്രെൻഡ്സ് ഇൻ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ലൈഫ് സൈക്കിളാണ് മറ്റൊരു ഭാഗം. ഇത്രയാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഈ പേപ്പറിലെ അവസാനത്തെ മൊഡ്യൂളാണ് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ മൊഡ്യൂളിൽ മാരിറ്റൽ ബ്രേക്ക് ഡൗണിനെ കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. തേർഡ് മൊഡ്യൂളിൽ വരുന്നത് അത് ഡിവോഴ്സ് തന്നെയാണ്. നമുക്ക് ഈ പാഠത്തിൽ പറയാനുള്ളത് കൊണ്ടാണ് മാരിറ്റൽ ബ്രേക്ക് ഡൗണും റീസെൻറ്റ് ലെജിസ്ലേഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാതിരുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഭാഗം കൂടിയാണത്. അതിൽ നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ഫാമിലി, AM ഷാ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ്. മറ്റൊന്ന് നായർ ഫാമിലി എന്താണെന്നുള്ള ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ജനറൽ ചോദ്യമാണ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഇൻ ഫാമിലി ഇൻ ഇന്ത്യ. മറ്റൊന്ന് ന്യൂക്ലിയറൈസേഷൻ പ്രോസസ് ആൻഡ് ചേഞ്ചിങ് ജോയിൻറ്റ് ഫാമിലി, ദ പ്രോബ്ലംസ് ഓഫ് ഡൗറി ആൻഡ് ഡിവോഴ്സ്. അത് നമ്മൾ നേരത്തെ മൊഡ്യൂളിൽ പറഞ്ഞ മാരിറ്റൽ ബ്രേക്ക് ഡൗണായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാസ്റ്റ് ടോപ്പിക് എന്നത് ഇമ്പാക്റ്റ് ഓഫ് ലെജിസ്ലേഷൻസ് ഓൺ ഫാമിലി ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു ഭാഗം. ഇതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ഫാമിലി, AM ഷാ. അരവിന്ദ് M ഷാ എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലോസഫർ 1931 ജനിക്കുകയും 2018 മരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഫിലോസഫറാണ്. ഗുജറാത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളും ഒന്ന് അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് ഓഫ് ദ ഫാമിലി ഇൻ ഇന്ത്യ. 1973 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണിത്. പിന്നെ ദ ഫാമിലി ഇൻ ഇന്ത്യ ക്രിട്ടിക്കൽ എസ്സേസ് എന്ന് പറയുന്ന ഗ്രന്ഥവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫർ കൂടിയാണ് AM ഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസിൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാൻ, ഘടനയെ ബേസ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് സ്മോൾ, മീഡിയം, ലാർജ്. സ്മോൾ എന്ന് പറയുന്നത് 2 മുതൽ 4 വരെ, മീഡിയം 5 മുതൽ 7 വരെ, ലാർജ് എന്ന് പറഞ്ഞാൽ 8ഉം അതിലധികവും അംഗങ്ങളുള്ളതിനാണ് എന്ത് പറയുക, ലാർജ് ഫാമിലി എന്ന് പറയുക. ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എക്കണോമിക്, റീപ്രൊഡക്ഷൻ, സോഷ്യലൈസേഷൻ, ഇമോഷണൽ സപ്പോർട്ട്. മറ്റൊന്ന് ഡിസിഷൻ മേക്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ, ഇഗാലിറ്റേറിയൻ. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്നത് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, അല്ലെങ്കിൽ ഒരുമിച്ച് പങ്ക് വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് എന്ത് പറയുക, ഇഗാലിറ്റേറിയൻ ഫാമിലി എന്ന് പറയുക. പിന്നെ റിസോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ ഫാമിലി, ഹ്യൂമൻ റിസോഴ്സസ്, സോഷ്യൽ റിസോഴ്സസ് എന്ന രീതിയിലും പറയാറുണ്ട്. അന്നേരം ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് സ്ട്രക്ചർ, സൈസ്, ഫങ്ഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, റിസോഴ്സസ്, ഇത്രയും 5 ഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ജനറലാണ്, നമുക്ക് വിശദീകരിച്ച് എഴുതാൻ പറ്റുന്നൊരു ഭാഗമാണ്. ഒരു പാരഗ്രാഫിനോ ചിലപ്പോൾ എസ്സേക്കൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. മുൻ വർഷങ്ങളിൽ ചോദ്യം കണ്ടിട്ടുണ്ട്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നായർ ഫാമിലി. അത് ചെറിയ മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് നായർ ഫാമിലി. സൗത്തേൺ റീജിയനിലാണ്, എസ്പെഷ്യലി ഇൻ കേരളയിലാണുള്ളത്. ദ്രവീഡിയൻ ഇൻഡോ ആര്യൻ കണക്ഷനാണ് നായർ ഫാമിലിക്കുള്ളത്. മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ് ഇൻഹെറിറ്റൻസിലൊക്കെ അങ്ങനെ പിന്തുടരുന്നത്. പിന്നെ ഫീച്ചേഴ്സ് മാട്രിലീനിയലാണ്, ജോയിൻ്റാണ്, പോളിയാൻഡ്രസ്, ഹൈപ്പർഗമിയാണ് നായർ ഫാമിലി എന്ന് പറയുന്നത്. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സീനിയർ മെയിൽ മെമ്പറാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. കാരണവർ എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഇമ്പാക്റ്റുകൾ പറയാറുണ്ട്, ഫങ്ഷൻസ് പറയാറുണ്ട്, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ എന്നുള്ള രീതിയിലൊക്കെ ഫങ്ഷൻസും പറയാറുണ്ട്. പിന്നെ നായർ ഫാമിലി ഒരു പാരഗ്രാഫിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഫാമിലി എന്താണെന്നും ഞാൻ ഈ പറഞ്ഞ ഫങ്ഷൻസും ഇമ്പാക്റ്റും, പിന്നെ നായർ ഫാമിലി തകരുന്നതിന്, ഡിക്ലൈൻ ഓഫ് നായർ ഫാമിലി, പഴയ കാലത്തെ നായർ ഫാമിലി സിസ്റ്റത്തിലുള്ള മാറ്റത്തിനുള്ള തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ, എഡ്യൂക്കേഷൻ ആൻഡ് അർബനൈസേഷൻ, എക്കണോമിക് ചേഞ്ചസ് ഒക്കെ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയാറുണ്ട്. ഇല്ലം, വീട്, അഗത്തിയാർ എന്നുള്ള രീതിയിലൊക്കെ ഇത് അറിയപ്പെടുന്നുമുണ്ട്. ഇത്രയാണ് ആ ഭാഗത്ത് വരുന്നത്. മറ്റൊരു ഭാഗം ന്യൂക്ലിയറൈസേഷൻ പ്രോസസ് ആൻഡ് ചേഞ്ചിങ് ജോയിൻറ്റ് ഫാമിലി. ജനറൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്കറിയാം ന്യൂക്ലിയറൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കുടുംബം ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് വരാനുള്ള മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ ഫാമിലി ഇൻറ്റു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം. അതിനെയാണ് എന്ത് പറയുക, ന്യൂക്ലിയറൈസേഷൻ പ്രോസസ്സ്. ആ വാക്ക് കേട്ടിട്ടൊന്നും ബേജാറാവേണ്ട. എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്ന രീതിയിലേക്ക് എഴുതിയാൽ മതി. അതിനുള്ള കാരണങ്ങൾ, അതേപോലെ തന്നെ ഫാക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് ഒക്കെ മനസ്സിലാക്കി വെക്കുക. അത് ജനറലായിട്ട് പറയാനുള്ളൊരു ഭാഗമാണ്. മറ്റൊന്ന്
ചേഞ്ചിങ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ ന്യൂക്ലിയറൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അടുത്തതായി ഈ മൊഡ്യൂളിൽ പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഇൻ ഫാമിലി ഇൻ ഇന്ത്യ. അതായത് ഘടനാപരമായും പ്രവർത്തനാത്മകമായും കുടുംബഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു ഭാഗമാണ്. ചിലപ്പോൾ ഒരു എസ്ഐക്ക് വരാൻ ഏറെ സാധ്യതയുള്ളൊരു ഭാഗമാണ്. നമുക്കറിയുന്ന ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എക്സ്റ്റെൻഡഡ് ജോയിൻ്റ് ന്യൂക്ലിയറിലേക്കുള്ള മാറ്റങ്ങൾ, ഫങ്ഷനിൽ പഴയ കാലത്ത് ജോയിൻറ്റ് ഫാമിലി ഉണ്ടായിരുന്ന സമയത്ത് കുടുംബഘടനയിൽ പ്രവർത്തനങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ആധുനിക സമൂഹത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എഴുതണം. ആ ഇന്ത്യൻ സൊസൈറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ജനറലായിട്ട് എഴുതേണ്ട ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഇൻ ഫാമിലി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടോപ്പിക്കാണ് ദ പ്രോബ്ലം ഓഫ് ഡൗറി ആൻഡ് ഡിവോഴ്സ്. സ്ത്രീധനം, വിവാഹമോചനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് ഡൗറി എന്താണെന്ന് മനസ്സിലാക്കുക, ഡിവോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അത് നമ്മുടെ സോഷ്യൽ കോൺസിക്വൻസസ്, ഇൻഡിവിജ്വൽ ഇഷ്യൂസ്, സോഷ്യൽ ഇമ്പാക്റ്റുകൾ, ഇൻഡിവിജ്വൽ ഇമ്പാക്റ്റുകളൊക്കെ വരുത്തുന്നൊരു ഘടകമാണ് ഈ പറഞ്ഞ ഡൗറി ആൻഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ജനറൽ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് വിശദീകരിച്ച് വലിയ തിയററ്റിക്കൽ ബേസ് ഒന്നും ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്. പിന്നെ അവസാനമായിട്ട് പറയുന്നൊരു ഭാഗമാണ് ഇമ്പാക്റ്റ് ഓഫ് ലെജിസ്ലേഷൻസ് ഓൺ ഫാമിലി ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ഹിന്ദു മാരേജ് ആക്ട്, ശരിയത്ത് നിയമങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മാരേജ് ആക്റ്റുകളൊക്കെ വിശദീകരിക്കുന്നൊരു ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഇമ്പാക്റ്റ് ഓഫ് ലെജിസ്ലേഷൻസ് ഓൺ ഫാമിലി എന്ന് പറയുന്നത്. അതായത് കുടുംബത്തിൻ്റെ വിവാഹത്തിൽ ഒക്കെ നിയമപരമായ ഘടകങ്ങൾ, നിരവധി നിയമങ്ങൾ, വകുപ്പുകളൊക്കെ തന്നെ ഹിന്ദു മാരേജ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി മാരേജിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. അവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്ന ഭാഗമാണ് ഈ ലെജിസ്ലേഷൻസ് ഓൺ ഫാമിലി ആൻഡ് മാരേജ് എന്ന് പറയുന്നത്. അതിൽ റീസെൻറ്റ് ലെജിസ്ലേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അന്നേരം ഇത്രയാണ് ഈ 4 മൊഡ്യൂളുകളിൽ വരുന്നത്. അതിൽ ഏറ്റവും സാധ്യതയുള്ള 1-2 എസ്സേ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നു. ഒന്ന് ഫസ്റ്റ് മൊഡ്യൂളിൽ വന്ന് ഫാമിലി ആസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റൊന്ന് ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുക, ചിലപ്പോൾ രണ്ടാളതും മർഡോക്കും പാർസണും ചോദിക്കാം. മറ്റൊരു ഭാഗം സ്റ്റേജസ് ഓഫ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നതാണ്. പിന്നെ ജനറൽ എസ്സേ ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. മറ്റൊരു വളരെ ഏറെ പ്രാധാന്യമുള്ളതാണ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. നേരത്തെ പറഞ്ഞിട്ടുള്ള എമർജിങ് ട്രെൻഡ്സ് 5 റിമൈനിങ് സിംഗിൾ വരെ വരുന്ന ഭാഗങ്ങൾ. മറ്റൊരു ജനറൽ ചോദ്യമാണ് ഹൗസ് ഹോൾഡ് ഡയമെൻഷൻസ്, മറ്റൊന്ന് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ്, ലെജിസ്ലേഷൻസ്. അതും ഇത്രയാണ് ഇതൊരു എസ്ഐക്ക് സാധ്യതയുള്ളൊരു ഭാഗം. പിന്നെ പാരഗ്രാഫിന് സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ മർഡോക്കിനെ ചോദിക്കാം, പാർസനെ ചോദിക്കാം. പിന്നെ ക്രിട്ടിക്കൽ തിയറിസ്റ്റ് ആയിട്ടുള്ള 3 ആളുകളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. മാക്സിയൻ പെർസ്പെക്റ്റീവ് സാധ്യതയുണ്ട്. ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സിമ്മട്രിക്കൽ ഫാമിലി എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ എമർജിങ് ട്രെൻഡ്സിൽ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ബെനിഫിറ്റ്സോ അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ ഫീച്ചേഴ്സോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് ഇതിൽ പാരഗ്രാഫിനൊക്കെ സാധ്യതയുള്ളത്. ചെറിയ മാർക്കിന് ഫാമിലി, സിമ്മട്രിക്കൽ ഫാമിലി, അതേപോലെ തന്നെ ലിവിങ് ടുഗദർ, നേരത്തെ പറഞ്ഞ കോഹാബിറ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, പിന്നെ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫാമിലി, ബ്ലെൻഡിങ് ഫാമിലി എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്, സിംഗിൾ പാരൻറ്റ് ഫാമിലി, ഇതൊക്കെ ചെറിയ മാർക്കിന് സാധ്യതയുള്ള ഒരു ഭാഗമാണ്. പിന്നെ ചിലപ്പോൾ നായർ ഫാമിലി, മാരിറ്റൽ ബ്രേക്ക് ഡൗൺ, ഡിവോഴ്സ്, ഡൗറി തുടങ്ങിയ ഭാഗങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് ഈ പേപ്പറിൽ വരുന്ന സോഷ്യോളജി ഓഫ് ഫാമിലി ആൻഡ് മാരേജ്, ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറഞ്ഞ പേപ്പറിൽ വരുന്നത്. ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ള ഡിസ്കഷനാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലെക്ചർ നോട്ട് തയ്യാറാക്കി പ്രധാനപ്പെട്ട കീ പോയിൻ്റുകളാണ് പറഞ്ഞത്. അതൊന്ന് വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ പഠിക്കുക. എന്തായാലും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനാബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ വേണ്ട ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുവേണ്ടി അഭ്യർത്ഥിക്കുന്നു.